Evening and welcome, dear students. Today our program is to discuss the remaining two topics in the chapter Biodiversity. As you know, we were discussing about various aspects of the sixth chapter and also the last chapter, Biodiversity and Conservation. We had already discussed 4 topics. Could you recollect those topics we had already discussed? In topic number 1, we discussed what is biodiversity, what are the different types of biodiversity, what are the significance of biodiversity. Then we discussed topic number 2, biodiversity data. In this topic, we discussed biodiversity of Earth, biodiversity of India. Then we discussed patterns of biodiversity. In this topic, that is topic number 3, patterns of biodiversity, we mainly concentrated latitudinal gradient and species area relationship and also the other related topic. Then in topic number 4, we discussed species diversity and ecosystem, the relationship between species diversity and ecosystem. Now we come to the 5th topic. So all the other 4 topics, we are concerned about the importance of biodiversity and some of the related topics of biodiversity. In this topic, that is topic number 5, that is we discuss loss of biodiversity. That is loss of biodiversity. ബയോഡൈവേഴ്സിറ്റിയുടെ നഷ്ടത്തെ പറ്റിയാണ് പറയുന്നത്. ആദ്യത്തെ 4 ടോപ്പിക്കുകളിൽ നമ്മൾ ബയോഡൈവേഴ്സിറ്റിയുടെ പല മേഖലകളെ പറ്റി പറഞ്ഞു. എന്താണ് ബയോഡൈവേഴ്സിറ്റി, എത്ര തരത്തിലുള്ള ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, ബയോഡൈവേഴ്സിറ്റിയുടെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഭൂമിയുടെ ബയോഡൈവേഴ്സിറ്റി എന്താണ്, ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റി എന്താണ്, ബയോഡൈവേഴ്സിറ്റിയുടെ ഡിഫറെൻ്റ് ആസ്പെക്റ്റ്, ലാറ്റിറ്റ്യൂഡൽ ഗ്രേഡിയൻ്റ്, സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്, ബയോഡൈവേഴ്സിറ്റിയും ഇക്കോസിസ്റ്റവും തമ്മിലുള്ള ബന്ധം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോഡൈവേഴ്സിറ്റിയുടെ നഷ്ടത്തെ പറ്റിയാണ്. അതിൽ ആദ്യത്തെ ഫസ്റ്റ് നമ്മൾ ഇതിൽ പഠിക്കാനായിട്ട് പോകുന്നത് 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 സെക്ഷനുകൾ, കോൺസെപ്റ്റുകളാണ് പഠിക്കുന്നത്. ആദ്യത്തെ സെക്ഷൻ എ. അഞ്ചാമത്തെ ടോപ്പിക്കിലെ സെക്ഷൻ എ ആണ് നമ്മൾ പഠിക്കുന്നത്. സെക്ഷൻ എ, IUCN റെഡ് ലിസ്റ്റ്. എന്താണ് IUCN റെഡ് ലിസ്റ്റ്? IUCN റെഡ് ലിസ്റ്റ് എന്നുള്ളൊരു വാക്ക് NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. IUCN റെഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1963-64 വർഷങ്ങളിൽ IUCN ആരംഭിച്ച ഒരു പദ്ധതിയാണ് IUCN റെഡ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. എന്താണ് IUCN റെഡ് ലിസ്റ്റ്? ചില ബുക്കുകളിൽ അത് IUCN റെഡ് ഡാറ്റ ബുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. റെഡ് ഡാറ്റ ബുക്ക്, രണ്ടിലും റെഡ് എന്നുള്ള വാക്ക് കോമൺ ആണ്. അപ്പോൾ IUCN റെഡ് ലിസ്റ്റ് എന്നാണ് NCERTയിൽ കൊടുത്തിട്ടുള്ളത്. അത് വർഷാവർഷങ്ങളിൽ IUCN പബ്ലിഷ് ചെയ്യുന്ന ഒരു കാറ്റലോഗാണ്, ഒരു ഇൻഫർമേഷനാണ്. IUCN എല്ലാ വർഷവും പബ്ലിഷ് ചെയ്യുന്ന ഒരു ഡാറ്റയാണത്. അതിനെയാണ് IUCN റെഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിനെ
IUCN റെഡ് ഡാറ്റ ബുക്ക് എന്നാണ് അതിനെ വിളിക്കുക. എന്താണ് IUCN റെഡ് ലിസ്റ്റ്? IUCN റെഡ് ലിസ്റ്റ് ഈസ് എ കാറ്റലോഗ്. IUCN റെഡ് ലിസ്റ്റ് ഈസ് എ കാറ്റലോഗ് ഓഫ് ടാക്സ. ടാക്സ എന്ന് പറഞ്ഞാൽ ടാക്സോണമിക് ആയിട്ട് ഒരു ഗ്രൂപ്പ്. സ്പീഷീസ് ഒരു ടാക്സയാണ്, ജീനസ് ഒരു ടാക്സയാണ്, ഫാമിലി ഒരു ടാക്സയാണ്, ക്ലാസ് ഒരു ടാക്സയാണ്. അപ്പോൾ ടാക്സോണമിക് ആയിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ ആ ഹൈറാർക്കിയിൽ ആ ഇതിൽ വരുന്ന ഓരോ ഗ്രൂപ്പുകളെയാണ് ടാക്സ എന്ന് പറയുന്നത്. എന്താണ്? എ കാറ്റലോഗ് ഓഫ് ടാക്സ already extincted and facing the threat of extinction. അതായത് ഈ ഭൂമിയിൽ നിന്ന് നാമാവിശേഷമായ ഓർഗാനിസങ്ങളുടെയും അതുപോലെ തന്നെ ഭാവിയിൽ നാമാവിശേഷം സംഭവിക്കാവുന്ന എക്സ്റ്റിങ്ഷൻ സംഭവിച്ചേക്കാവുന്ന അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ സംഭവിക്കാൻ സാധ്യതയുള്ള സ്പീഷീസുകളുടെ അല്ലെങ്കിൽ ടാക്സകളുടെ ഒരു ലിസ്റ്റിനെയാണ് IUCN റെഡ് ലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ഓർഗാനിസംസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഈ IUCN റെഡ് ലിസ്റ്റിലുണ്ടായിരിക്കും. ഒന്ന്, ഓൾറെഡി എക്സ്റ്റിങ്ക്റ്റഡ് ആയിട്ടുള്ള, എക്സ്റ്റിങ്ക്റ്റഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നാമാവിശേഷമായി പോയത്. അതായത് അങ്ങനൊരു സ്പീഷീസ് ഇനി ഇല്ല, അങ്ങനൊരു സ്പീഷീസ് ഭൂമുഖത്ത് ഇനി കാണാനായിട്ട് സാധിക്കില്ല. ദേ ബിക്കം എക്സ്റ്റിങ്ക്റ്റഡ്. രണ്ടാമത്തെ വിഭാഗം, ദേ ആർ ഫേസിങ് ദ ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. അതായത് എക്സ്റ്റിങ്ഷൻ്റെ ഭീഷണി നേരിടുന്ന സ്പീഷീസുകൾ. അങ്ങനെയുള്ള സ്പീഷീസുകളെ വിളിക്കുന്ന പേരാണ് ത്രട്ടൻഡ് സ്പീഷീസ്. ഇങ്ങനെ ഓൾറെഡി എക്സ്റ്റിങ്ക്റ്റഡ് ആയിട്ടുള്ള സ്പീഷീസിൻ്റെയും എക്സ്റ്റിങ്ഷൻ സംഭവിക്കാൻ സാധ്യതയുള്ള സ്പീഷീസുകളുടെയും ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അവയുടെ ഒരു ലിസ്റ്റിനെയാണ് IUCN റെഡ് ലിസ്റ്റ് അഥവാ IUCN റെഡ് ഡാറ്റ ബുക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തേത് നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ ബി. സെക്ഷൻ ബിയിലെ എക്സ്റ്റിങ്ക്റ്റഡ് സ്പീഷീസിനെ പറ്റിയാണ്. എക്സ്റ്റിങ്ക്റ്റഡ് സ്പീഷീസിൻ്റെ ഒരു ഡാറ്റയാണ്. NCERT ബുക്കിലെ IUCN പബ്ലിഷ് ചെയ്തിട്ടുള്ള 2004, 20 വർഷം മുമ്പത്തെ 2004 വർഷത്തെ 2004 ഡാറ്റയാണ് കൊടുത്തിട്ടുള്ളത്. NCERTയിൽ കൊടുത്തത് നമ്മൾ പഠിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ വർഷവും വർഷാവർഷം IUCN ഈ ഡാറ്റ ഇങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതല്ല ഇപ്പോഴത്തെ ഡാറ്റ. IUCN 2004 പബ്ലിഷ് ചെയ്ത ഡാറ്റയാണ് NCERT ബുക്ക് നമ്മളോട് പഠിക്കാനും ഓർക്കാനും ആവശ്യപ്പെടുന്നത്. അപ്പോൾ IUCN 2004 പബ്ലിഷ് ചെയ്ത ഒരു ഡാറ്റയെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. എക്സ്റ്റിങ്ക്റ്റഡ് സ്പീഷീസ് എന്താണ് ഈ ഡാറ്റയിൽ സൂചിപ്പിക്കുന്നത്? ഒന്നാമത്തെ നമുക്കത് NCERT ടെക്സ്റ്റ് ബുക്കിലേക്ക് തന്നെ പോകാം. IUCNൻ്റെ റെഡ് ലിസ്റ്റ് പ്രകാരം അക്കോർഡിംഗ് ടു IUCN റെഡ് ലിസ്റ്റ് 2004, ഈ ഡോക്യുമെൻ്റ് പ്രകാരം എന്താണ്? ദാറ്റ് ഈസ് 784 സ്പീഷീസ് ബിക്കെയിം എക്സ്റ്റിങ്ക്റ്റഡ്. കഴിഞ്ഞ 500 വർഷത്തിനിടയിൽ 784 സ്പീഷീസ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി, ഭൂമിയിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റഡായി, ഭൂമിയിൽ നിന്ന് നാമാവിശേഷമായി. അവ ഇനി കാണാനായിട്ടുള്ള ഭാഗ്യം ഇല്ല, ആർക്കുമില്ല. അപ്പോൾ കഴിഞ്ഞ 500 വർഷത്തിനിടയിൽ ദാറ്റ് ഈസ് 784 സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റഡ് in the last 500 years. അങ്ങനെ
നഷ്ടപ്പെട്ട 784 സ്പീഷീസുകളിൽ 338 സ്പീഷീസ് ആർ വെർട്ടിബ്രേറ്റ്സ്. 338 സ്പീഷീസ് വെർട്ടിബ്രേറ്റ് വിഭാഗത്തിൽ വരുന്നതാണ്. 359 359 സ്പീഷീസ് ഇൻവെർട്ടിബ്രേറ്റ്സ് വിഭാഗത്തിൽ വരുന്നതാണ്. 87 സ്പീഷീസ് ആർ പ്ലാന്റ്സ്. 87 സ്പീഷീസ് ആർ പ്ലാന്റ്സ്. ടോട്ടൽ ചെയ്താൽ അത് 784 ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ആദ്യത്തെ പോയിന്റ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ദറ്റ് ഈസ് 338 സ്പീഷീസ് ആർ വെർട്ടിബ്രേറ്റ്സ്. ദെൻ 359 species are invertebrates, and plants constitute about 87 species. Then ഇനി 87 species. ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി IUCN പറയുന്നുണ്ട് ഇതിൽ. പിന്നെ ദെൻ 87 20s അതിൽ ഇതിൽ എന്താണ് കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ the last 20 years that there are 27 species disappeared. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ എന്താണ് 27 സ്പീഷീസ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു വർഷം ഒന്നിൽ കൂടുതൽ സ്പീഷീസ്, ശരാശരി ഒന്നിൽ കൂടുതൽ സ്പീഷീസ് ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ, എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് IUCN റെഡ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ്. ഇനി സെക്ഷൻ സി ആയിട്ട് നമ്മൾ പഠിക്കുന്നു. എക്സ്റ്റിങ്ക്റ്റഡ് സ്പീഷീസിനെ പറ്റി പഠിച്ചു. ഇനി സെക്ഷൻ സി ആയിട്ട് 6 സെക്ഷനുകളായിട്ടാണ് ഈ ടോപ്പിക്കിനെ ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സെക്ഷൻ സി, ദാറ്റ് ഈസ് സ്പീഷീസ് facing the threat of extinction. Species facing the threat of extinction. Species facing the threat of extinction. അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ, അത് സമീപഭാവിയിൽ തന്നെ എക്സ്റ്റിങ്ഷൻ സംഭവിക്കാൻ സാധ്യതയുള്ള സ്പീഷീസിനെ പറ്റി IUCN ഈ റെഡ് ലിസ്റ്റിൽ പരാമർശിക്കുന്നുണ്ട്. എന്നാണത് സ്പീഷീസ് ഫേസിങ് ദ ത്രെട്ട് ഓഫ് എക്സ്റ്റിങ്ഷൻ. നമുക്ക് നോക്കാം. ഓക്കെ, സ്പീഷീസ് ഫേസിങ് ദ ത്രെട്ട് ഓഫ് എക്സ്റ്റിങ്ഷൻ. IUCN റെഡ് ലിസ്റ്റ് പ്രകാരം സ്പീഷീസ് ഫേസിങ് ദ ത്രെട്ട് ഓഫ് എക്സ്റ്റിങ്ഷൻ. Facing the threat of extinction. ഇതാണ് IUCN species facing the threat of extinction. എന്താണ് ഇതിൽ പറയുന്നത്? So IUCN red list says that there are 15,500 species worldwide are facing the threat of extinction. 15,500 സ്പീഷീസ് ഭൂമിയിൽ, ലോകത്തിൽ 15,500 സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ്റെ ഭീഷണി നേരിടുന്നതാണ്. അല്ലെങ്കിൽ സമീപ ഭാവിയിൽ തന്നെ ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ 15,500 സ്പീഷീസ് സമീപ ഭാവിയിൽ തന്നെ എക്സ്റ്റിങ്ഷൻ സംഭവിക്കും എന്നാണ് IUCN തരുന്ന മുന്നറിയിപ്പ്. 15,500 സ്പീഷീസ് ആർ ഫേസിങ് എക്സ്റ്റിങ്ഷൻ. അതിൽ IUCN കാറ്റഗറൈസ് ചെയ്ത്
പറയുന്നുണ്ട്. അതിൽ 12% ഓഫ് ആർ ബേർഡ്സ്. ബേർഡ്സിൽ 12% ബേർഡ്സ് എക്സ്റ്റിങ്ഷൻ്റെ ഭീഷണി നേരിടുന്നതാണെന്നാണ് പറയുന്നത്. 12% ബേർഡ്സ്, 12% birds, 23% of mammals, മൊത്തം മമ്മലുകളുടെ 23% ത്രട്ട് ഭീഷണി നേരിടുന്നതാണ്. ദെൻ 32% ഓഫ് amphibians, 32% amphibians, they are facing the threat of extinction. Then 31% of gymnosperm species facing the threat of extinction. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഫേസിങ് ദ ത്രെട്ട് ഓഫ് എക്സ്റ്റിങ്ഷൻ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്നത് ആംഫീബിയൻസ് ആണ്. 32% ആംഫീബിയൻസ് വംശനാശം അതിൻ്റെ ഭീഷണി നേരിടുന്നതാണ്. ദെൻ ഇനി 31% പിന്നെ വരുന്ന ജിംനോസ്പേംസ് ആണ്. തൊട്ട് പുറകിൽ നിൽക്കും എന്താണ് 23% മമ്മൽസ്, 12% ബേർഡ്സ്. ദെൻ ഫേസിങ് ദ ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. ഓക്കെ, അതാണ് നമ്മൾ സെക്ഷൻ സിയിൽ പഠിച്ചത്. ഇനി സെക്ഷൻ ഡിയിൽ നമ്മൾ പഠിക്കുന്നു. സെക്ഷൻ സി നമ്മൾ പഠിച്ചു. സെക്ഷൻ ഡിയിൽ നമ്മൾ പഠിക്കുന്നത് സെക്ഷൻ ഡി നമ്മൾ പഠിക്കുന്നത് സം എക്സാമ്പിൾസ് ഓഫ് റീസെന്റ് എക്സ്റ്റിങ്ഷൻ. സം examples of recent extinction. Some examples of recent extinction. അടുത്ത കാലത്ത് ഭൂമിയിലെ അടുത്ത കാലത്ത് അപ്രത്യക്ഷമായ വംശനാശം സംഭവിച്ച അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകൾക്ക് എക്സാമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇതാണ്. NCERT 4 പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. വംശനാശം സംഭവിച്ചിട്ടുള്ള പ്ലാന്റ്സിനെ അല്ലെങ്കിൽ എനിമൽസ് ആണ് കേട്ടോ, അല്ലാതും വംശനാശം സംഭവിച്ച സ്പീഷീസുകൾക്ക് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് അതും സം എക്സാമ്പിൾസ് ഓഫ് റീസെന്റ് എക്സ്റ്റിങ്ഷൻ എന്തൊക്കെയാണ് നോക്കാം. ഒന്ന് ഡോഡോ ഓഫ് മൗറീഷ്യസ്. മൗറീഷ്യസ് ഈസ് ആൻ ഐലൻഡ് ഇൻ ഇന്ത്യൻ ഓഷ്യൻ. മൗറീഷ്യസിലെ ഡോഡോ ഒരു ബേർഡാണ്. Flightless bird. Dodo is a flightless bird. It is a native of Mauritius Island. Dodo എന്ന ഈ പക്ഷി മൗറീഷ്യസ് ഐലൻഡിൽ മാത്രം കാണപ്പെട്ടിരുന്ന ഒരു പക്ഷിയാണ്. അത് മൗറീഷ്യസ് ഇന്ത്യൻ ഓഷ്യനിലുള്ള ഒരു ഐലൻഡാണ്. ഈ പക്ഷി അല്ലെങ്കിൽ ഡോഡോ, this bird dodo become extincted in 1662. 1662 ഈ ബേർഡ് എക്സ്റ്റിങ്ക്റ്റഡ് ആയി. പോർച്ചുഗീസുകാർ മൗറീഷ്യസ് ഐലൻഡിൽ വന്ന് കോളനി സ്ഥാപിച്ചപ്പോൾ അതിനുശേഷമാണ് ഈ ഡോഡോ എന്ന പക്ഷിയുടെ എക്സ്റ്റിങ്ഷൻ സംഭവിക്കുന്നത്. ഈ ഡോഡോ എന്ന പക്ഷി എന്താണ് 10 മുതൽ 20 കിലോഗ്രാം ഭാരമുള്ള ഒരു പക്ഷിക്ക് 10 മുതൽ 20 കിലോഗ്രാം ഭാരമുണ്ട്. പറക്കാനായിട്ട് കഴിയില്ല. അത് വളരെ സാവധാനത്തിലേ നടക്കുള്ളൂ. അതിൻ്റെ ഇറച്ചിക്ക് നല്ല
സ്വാദുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. കാരണം ഇന്ന് നമുക്കത് രുചിച്ച് നോക്കാനുള്ള അവസരമില്ല. കാരണം ആ പക്ഷി എക്സ്റ്റിങ്ക്റ്റഡ് ആയി. അങ്ങനെ പോർച്ചുഗീസുകാർ ഈ മൗറീഷ്യസ് ഐലൻഡിൽ കുടിയേറുകയും അവിടെ താമസമാക്കുകയും ചെയ്തപ്പോൾ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഈ പക്ഷിയെ പിടിച്ച് കൊന്ന് ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പക്ഷി എക്സ്റ്റിങ്ക്റ്റഡ് ആയത് 1662. അപ്പോൾ ഡോഡോ മൗറീഷ്യസിൽ മാത്രം കാണപ്പെട്ടിരുന്ന ഒരു പക്ഷിയാണ്. അതൊരു ഐലൻഡാണ്, മറ്റു സ്ഥലങ്ങളിലില്ല. അവിടെ അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ ആ ബേർഡ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നാണ് 1662. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ പറയുന്നതാണ് ക്വാഗ എന്ന ഒരു എനിമൽ. ക്വാഗ ഈസ് എ നാറ്റീവ് ഓഫ് ആഫ്രിക്ക. ക്വാഗ ഈസ് എ നാറ്റീവ് ഓഫ് ആഫ്രിക്ക. ഒരു സീബ്ര ലൈക്ക് എനിമലാണ്. സീബ്രയുടേത് പോലുള്ള ഒരു എനിമലാണ്. അതിൻ്റെ ഇറച്ചിക്കും അതിൻ്റെ സ്കിൻ വളരെ വാല്യബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ സീബ്രയുടെ പോലെയുള്ള ഒരു എനിമലാണ്. അത് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു എനിമലാണ്. എസ്പെഷ്യലി സൗത്ത് ആഫ്രിക്കയിൽ അതിൻ്റെ സ്കിൻ വളരെ വാല്യബിൾ ആയതുകൊണ്ട് ഈ മൃഗത്തെ ഒരുപാട് വേട്ടയാടുകയും ഇറച്ചിക്കും അതിൻ്റെ സ്കിന്നിനും വേണ്ടിയാണ് അതിനെ വേട്ടയാടിയത്. ഇതിൻ്റെ ഫലമായിട്ട് ഈ ദിസ് എനിമൽ വാസ് എക്സ്റ്റിങ്ക്റ്റഡ് ഇൻ ദ ഇയർ 1883. 1883 ഈ എനിമല് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി, വംശനാശം സംഭവിച്ചു. ഇനി അടുത്തത് വേറൊരു എക്സാമ്പിൾ പറയുന്നത് തൈലാസൈൻ. Thylacine was a native of Australia. ഒരു മർസൂപ്പിയയിലാണ്, കങ്കാരുവിൻ്റെ വംശത്തിലെ വിഭാഗത്തിൽ വരുന്ന ഒരു മാർസൂപ്പിയയിലാണ്. അതൊരു കാർണിവോറസ് മാർസൂപ്പിയയിലാണ്, അതായത് മാംസബുക്കായിട്ടുള്ള ഒരു മാർസൂപ്പിയയിലാണ്. മാർസൂപ്പിയയിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ട് നടക്കാൻ ആ ഫീമെയിൽ എനിമലിൻ്റെ വയറിന് താഴെ കങ്കാരുവിൽ കണ്ടിട്ടില്ലേ, ഒരു സഞ്ചി പോലെയുള്ള ഒരു സ്ട്രക്ചറുണ്ട്. അതിനെ പറയുന്ന പേരാണ് മാർസൂപ്പിയം. മാർസൂപ്പിയം ഉള്ള എനിമൽസിനെ മാർസൂപ്പിയേൽസ് എന്ന് വിളിക്കുന്നു. ഏറ്റവും സുപരിചിതമായിട്ടുള്ള ജീവിയാണ് കങ്കാരു. കങ്കാരുവിൻ്റെ വിഭാഗത്തിൽ വരുന്ന ഈ എനിമൽ അതൊരു കാർണിവോറസ്, തൈലാസൈൻ ഒരു കാർണിവോറസ് എനിമലാണ്. ലാർജസ്റ്റ്, ഇറ്റ് ഈസ് നോൺ ആസ് ദ ലാർജസ്റ്റ് കാർണിവോറസ് എനിമൽ. ദിസ് എനിമൽ became extincted. This animal became extincted in the year 1936. 1936 ഈ മൃഗവും ഈ എനിമലും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി, become extincted. 4 എനിമൽസിൻ്റെ പേര്, അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം, അതിൻ്റെ നാറ്റീവ് പ്ലേസും പേരും തമ്മിൽ. ഇനി നാലാമത്തെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെല്ലാർ സീ കൗ. ഇറ്റ് വാസ് എ നാറ്റീവ് ഓഫ് റഷ്യ. റഷ്യയിലാണ് ആ എനിമൽ. അതൊരു മെറൈൻ എനിമലാണ്, ഒരു ഹെർബിവോറസ് എനിമലാണ്. സ്റ്റെല്ലാർ സീ കൗ വാസ് എ മെറൈൻ ഹെർബിവോറസ് എനിമൽ. ഹെർബിവോർ എന്ന് വെച്ചാൽ എന്താണ്? വെജിറ്റേറിയൻ ആണ്, പച്ചക്കറികൾ മാത്രം, ഇലയും അതുപോലുള്ള ഇത് കാലത്തുണ്ട്. അത് വളരെ ഹെഫ്റ്റി ആയിട്ടുള്ള എനിമലാണ്. ഒരു എനിമലിന് തന്നെ, ഒരു സ്റ്റെല്ലാർ സീ കൗവിന് തന്നെ ഭാരം 9 മുതൽ 10 മീറ്റർ വരെ നീളവും 800 മുതൽ 800 കിലോഗ്രാം വെയിറ്റുമുള്ള ഒരു വലിയ മൃഗമാണ്. അതിൻ്റെ മീറ്റ് വളരെ ടേസ്റ്റി ആണെന്നാണ് അവകാശപ്പെടുന്നത്. അതും ഓവർ എക്സ്പ്ലോയിറ്റേഷൻ്റെ ഫലമായി സ്റ്റെല്ലാർ സീ കൗ become
extincted in the year 1768. 1768 ഈ മൃഗവും അപ്രത്യക്ഷമായി. അങ്ങനെ 4 ഇൻഡിവിജ്വൽ എക്സാമ്പിൾ. 5ാമത്തെ എക്സാമ്പിളായിട്ട് കൊടുക്കുന്നത് പിന്നെ പറയുന്നത് ദാറ്റ് ഈസ് 3 subspecies ഓഫ് ടൈഗർ. വർഷം അതിനെ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. 3 സബ്സ്പീഷീസിനെ, ദാറ്റ് ഈസ് ബാലി, സബ്സ്പീഷീസ് ഓഫ് ജാവൻ ആൻഡ് കാസ്പിയൻ. ഈ സബ്സ്പീഷീസുകളും റീസെൻ്റായിട്ട് എക്സ്റ്റിങ്ഷൻ സംഭവിച്ചിട്ടുള്ള മൃഗങ്ങളാണ്. അങ്ങനെ 5 എക്സാമ്പിളാണ് NCERT നമ്മളോട് റീസെൻ്റ് എക്സ്റ്റിങ്ഷനിൽ നിന്ന് എന്താണ് ഓർക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ സം ഓഫ് ദ റീസെൻ്റ് എക്സ്റ്റിങ്ഷൻ. അപ്പോൾ നമ്മൾ സെക്ഷൻ ഡി ആയിട്ടാണ് പഠിച്ച് റീസെൻ്റ് എക്സ്റ്റിങ്ഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, അപ്പോൾ സെക്ഷൻ ഡിയിൽ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻ ഇ. സെക്ഷൻ ഇയിലെ നമ്മൾ ദാറ്റ് ഈസ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ പ്രീ ഹ്യൂമൻ ടൈം. ലോസ് ഓഫ് biodiversity in pre-human times. Loss of biodiversity in pre-human. ഈ ഭാഗം നമ്മൾ പഠിക്കുന്നതിൻ്റെ പ്രസക്തി, ബയോഡൈവേഴ്സിറ്റി ലോസിനെ പറ്റി ഏതൊരു സാഹചര്യത്തിൽ പറയുമ്പോഴും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹ്യൂമൻ ആക്ടിവിറ്റി ആണ് എന്നാണ് പറയുന്നത്. മെയിൻ റീസൺ ഫോർ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഈസ് ഓൾവേസ് ഹൈലൈറ്റഡ് ആസ് ഹ്യൂമൻ ആക്ടിവിറ്റി. മനുഷ്യൻ്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മൂലമാണ് ഭൂമിയുടെ ബയോഡൈവേഴ്സിറ്റിയുടെ നഷ്ടം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഭൂമിയിലെ ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹ്യൂമൻ ആക്ടിവിറ്റിയാണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പരിധിവരെ അത് ശരിയാണ് താനും. ഈ സാഹചര്യത്തിൽ നമ്മൾ വിലയിരുത്താൻ പോകുന്നത് ഇതാണ്: മനുഷ്യൻ ഉണ്ടാകുന്നതിനേക്കാൾ മുൻപ് ഭൂമിയിൽ ബയോഡൈവേഴ്സിറ്റി ലോസ് സംഭവിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. അതായത് ബിഫോർ ദി ഒറിജിൻ ഓഫ് ലൈഫ് വാസ് ദർ എനി ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? മനുഷ്യൻ്റെ ഉത്ഭവത്തിന് മുൻപ് ഭൂമിയിൽ ബയോഡൈവേഴ്സിറ്റിയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം. കാരണം എല്ലാത്തിനും നമ്മൾ ബയോഡൈവേഴ്സിറ്റി ലോസിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മൾ വിരൽ ചൂണ്ടുന്നത് നമ്മിലേക്ക് തന്നെയാണ്. അതായത് ഹ്യൂമൻ ആക്ടിവിറ്റി. പ്രകൃതി ദുരന്തങ്ങളൊന്നുമല്ല നമ്മളിപ്പോഴെടുത്ത് പറയുന്നത്. ഹ്യൂമൻ ആക്ടിവിറ്റി പ്രധാനമായിട്ട് നമ്മൾ പറയും ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഇപ്പോൾ ഈ കണ്ട എല്ലാ മൃഗങ്ങളും, ഡോഡോ, ക്വാഗ, തൈലാസൈൻ, സ്റ്റെല്ലാർ സീ കൗ, അതുപോലെ തന്നെ 3 സബ്സ്പീഷീസ് ഓഫ് ടൈഗർ, ഇവയുടെയൊക്കെ വംശനാശം സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹ്യൂമൻ ആക്ടിവിറ്റി തന്നെയാണ്. ഹ്യൂമൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഈ മൃഗങ്ങളെയൊക്കെ അമിതമായി വേട്ടയാടുകയും എന്തെങ്കിലും പ്രത്യേക
ലക്ഷ്യത്തിന് വേണ്ടി വേട്ടയാടുകയും അങ്ങനെ അവയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ബയോഡൈവേഴ്സിറ്റി നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഇനി ആ സാഹചര്യത്തിലാണ് നമ്മൾ വിലയിരുത്തുന്നത് ഭൂമിയുടെ എവല്യൂഷൻ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. ഭൂമിയുടെ ഉത്ഭവവും മനുഷ്യൻ്റെ ഉത്ഭവവും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ വളരെ തൊട്ട് മുൻപ് ഉണ്ടായ ഒരു സ്പീഷീസ് ആണ് അല്ലേ. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവജാലങ്ങളുണ്ടായിട്ട് അവയുടെയൊക്കെ നഷ്ടം മനുഷ്യന് മുൻപ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടിയാണ് നമ്മൾ ഈ സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഈ സെക്ഷൻ്റെ അങ്ങനെ ഒരു ചോദ്യത്തിന് മനുഷ്യൻ്റെ ഉത്ഭവത്തിന് മുൻപ് മനുഷ്യൻ ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പ് മനുഷ്യൻ ഉത്ഭവിക്കുന്നതിനേക്കാൾ മുമ്പ് ഭൂമിയിൽ ബയോഡൈവേഴ്സിറ്റി ലോസ് സംഭവിച്ചിട്ടുണ്ടോ? ഉത്തരം യെസ്. മനുഷ്യന് മുൻപ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസം, മനുഷ്യൻ ഉണ്ടാകുന്നതിനേക്കാൾ മുൻപ് ബയോഡൈവേഴ്സിറ്റി ലോസ് ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഉത്തരവാദി മനുഷ്യനല്ല. നമ്മളിപ്പോൾ എല്ലാ ബയോഡൈവേഴ്സിറ്റി ലോസിനും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഹ്യൂമൻ ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ എടുത്ത് കാണിക്കുന്നത്. പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് മനുഷ്യൻ്റെ ഉത്ഭവത്തിന് മുൻപ് ബയോഡൈവേഴ്സിറ്റി ലോസ് ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന് യെസ് എന്ന ഉത്തരം കൊടുക്കുമ്പോൾ നമുക്ക് ഡൈവേഴ്സിറ്റി എന്താണ് ഇതിൽ നിന്ന്? ഓക്കെ, there were 5 episodes of mass extinction of species. മനുഷ്യൻ ഭൂമിയിൽ ഉത്ഭവിക്കുന്നതിനേക്കാൾ മുൻപ്, മനുഷ്യൻ ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പ് ഭൂമിയിൽ 5 തവണ മാസ് ബയോഡൈവേഴ്സിറ്റി ലോസ് സംഭവിച്ചിട്ടുണ്ട്. അതിഭീമമായ ബയോഡൈവേഴ്സിറ്റി ലോസ് 5 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. അത് ഈ 5 പ്രാവശ്യം സംഭവിച്ച ബയോഡൈവേഴ്സിറ്റി ലോസ്, മാസ് ബയോഡൈവേഴ്സിറ്റി ലോസ്, ഇറ്റ് വാസ് ബിഫോർ ദി origin of large scale loss of biodiversity happened before human period on earth. മനുഷ്യൻ ഭൂമിയിൽ ഉത്ഭവിക്കുന്നതിനേക്കാൾ മുൻപ് 5 തവണ ഭൂമിയുടെ ബയോഡൈവേഴ്സിറ്റി മാസ് എക്സ്റ്റിങ്ഷന് വിധേയമായി. There are 5 episodes of മാസ് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് 6ാമത്തെയാണ്, the 6th extinction. That is, the presently progressing is the 6th extinction. ഇപ്പോൾ നമ്മൾ പറയുന്ന IUCN റെഡ് ലിസ്റ്റിലൊക്കെ എടുത്തു കാണിക്കുന്ന എക്സ്റ്റിങ്ഷൻ അഥവാ എക്സ്റ്റിങ്ഷനുള്ള സാധ്യത, അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ നേരിടുന്ന സ്പീഷീസുകളുടെ എണ്ണത്തിലുള്ള വർധനവ്, അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ സംഭവിക്കുന്ന സ്പീഷീസുകളുടെ എണ്ണത്തിലുള്ള വർധനവ്, ഇതൊക്കെ 6th എഡിഷനാണ്. 6ാമത്തെ മാസ് എക്സ്റ്റിങ്ഷനാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപ് സംഭവിച്ച 5 മാസ് എക്സ്റ്റിങ്ഷനും മനുഷ്യൻ്റെ ഉത്ഭവത്തിന് മുൻപാണ്. അതിനൊന്നും തന്നെ മനുഷ്യൻ കാരണക്കാരനല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തു പറയുന്നു, മനുഷ്യൻ്റെ ഉത്ഭവത്തിന് മുൻപ് 5 തവണ ബയോഡൈവേഴ്സിറ്റി ലോസ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് 6ാമത്തെയാണ്. അപ്പോൾ മനുഷ്യനുണ്ടാവുന്നതിനേക്കാൾ മുൻപ് ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടായിരുന്നല്ലോ. അതിന് തീർച്ചയായിട്ടും മനുഷ്യനല്ലല്ലോ ഉത്തരവാദി. പിന്നെ ഈ മനുഷ്യനാണ് എല്ലാ ബയോഡൈവേഴ്സിറ്റി, ഹ്യൂമൻ ആക്ടിവിറ്റിയാണ് ബയോഡൈവേഴ്സിറ്റി പ്രധാന കാരണം എന്ന് ഇപ്പോൾ കൊട്ടിഘോഷിക്കുന്നതിൻ്റെ
അർത്ഥം അല്ലെങ്കിൽ പ്രസക്തി എന്താണ്? അത് തൊട്ടടുത്ത വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. NCERT പറഞ്ഞിരിക്കുന്ന ഇനി എന്താണ്, നമുക്ക് മുൻപ് നടന്നിരുന്ന ഈ 5 ബയോഡൈവേഴ്സിറ്റിയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 6ാമത്തെ എക്സ്റ്റിങ്ഷനും ഒന്ന് കമ്പയർ ചെയ്താൽ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. മനുഷ്യൻ്റെ ഉത്ഭവത്തിന് മുമ്പ് സംഭവിച്ച 5 മാസ് എക്സ്റ്റിങ്ഷനും മനുഷ്യൻ ഉണ്ടായതിനു ശേഷം, അതായത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 6ാമത്തെ മാസ് എക്സ്റ്റിങ്ഷനും തമ്മിൽ കമ്പയർ ചെയ്താൽ, what is the difference between the first 5 and the presently going on the 6th? അവിടെയാണ് നമുക്ക് വ്യക്തമായ ഒരു ഉത്തരവും മനുഷ്യൻ്റെ വ്യക്തമായ ഒരു സ്വാധീനവും ബയോഡൈവേഴ്സിറ്റി ലോസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. എന്താണ്? ദ ഡിഫറൻസ് ഈസ് ഇൻ ദ റേറ്റ്. രണ്ടും എക്സ്റ്റിങ്ഷൻ സംഭവിച്ചിട്ടുണ്ട്. വ്യത്യാസം എന്താണ്? ആ എക്സ്റ്റിങ്ഷൻ്റെ സ്പീഡ് അഥവാ റേറ്റാണ് വ്യത്യാസം. മുൻപ് നടന്ന 5 എക്സ്റ്റിങ്ഷനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 6ാമത്തെ എക്സ്റ്റിങ്ഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. എക്സ്റ്റിങ്ഷൻ സംഭവിക്കുന്ന അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ സംഭവിച്ച അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റേറ്റിനാണ് അതിൻ്റെ പ്രധാനം. എന്താണ് വ്യത്യാസം? ദ കറന്റ് സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ റേറ്റ് are estimated to be 100 to 1000 times faster than in the pre-human time. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്റ്റിങ്ഷൻ്റെ റേറ്റ് മനുഷ്യൻ്റെ ഉത്ഭവത്തിന് മുൻപ് സംഭവിച്ച 5 മാസ് എക്സ്റ്റിങ്ഷൻ്റെ റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്ന എക്സ്റ്റിങ്ഷൻ്റെ റേറ്റ് 100 മുതൽ 1000 മടങ്ങ് വേഗത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 100 മുതൽ 1000 മടങ്ങ് വേഗത്തിലാണ് ലോസ് സംഭവിച്ചത്. ദ ഓൺലി ഡിഫറൻസ് ഈസ് റേറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. ഈ വർധനവിൻ്റെ കാരണം it is our activities are responsible for faster rate. ഇവിടെയാണ് ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ പ്രാധാന്യം. ഇപ്പോഴത്തെ റേറ്റ്, മാസ് എക്സ്റ്റിങ്ഷൻ്റെ റേറ്റ് മുൻപ് സംഭവിച്ച 5 മാസ് എക്സ്റ്റിങ്ഷൻ്റെ റേറ്റിനേക്കാൾ വളരെ വളരെ കൂടുതലാണ്. അത് ആണ് പ്രശ്നം. That is why we say our activities are responsible for. അതുകൊണ്ടാണ് ഇക്കോളജിസ്റ്റ് ഒരു മുന്നറിയിപ്പ്. So ecologist 1. So what is a caution they give? If the present trend continues, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബയോഡൈവേഴ്സിറ്റി ലോസ് ഈ രീതിയിൽ സംഭവിക്കുകയാണെങ്കിൽ 100 വർഷത്തിനുള്ളിൽ less than 100 years, but if the present trend continue, ഈ പ്രതിഭാസം തുടരുകയാണെങ്കിൽ half of all the species on earth, ഇപ്പോൾ ഭൂമിയിലുള്ള ടോട്ടൽ സ്പീഷീസിൻ്റെ 50% അഥവാ half 50% might be wiped out in the next 100 years. 100 വർഷം കൊണ്ട് ഇപ്പോഴുള്ള സ്പീഷീസിൻ്റെ 50% എക്സ്റ്റിങ്ക്റ്റഡ് ആകും എന്നാണ് ഇക്കോളജിസ്റ്റ് പറയുന്നത്. പരിസ്ഥിതി പഠനവുമായി ബന്ധപ്പെട്ടുള്ളവർ പറയുന്നത് ഈ റേറ്റ് അല്ലെങ്കിൽ ഈ പ്രസൻറ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്താണ് 50% സ്പീഷീസ് ഈ ഭൂമിയിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റഡ് ആകും എന്നാണ് പറയുന്നത്.
50% species become extincted. Okay. Then next, ഇനി നമ്മൾ പഠിക്കുന്ന സെക്ഷൻ ഇ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സെക്ഷൻ ഇ. സെക്ഷൻ ഇ പഠിച്ചു, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഇനി നമുക്ക് നോക്കാം അടുത്തത് സെക്ഷൻ ഇ. ഇനി നമ്മൾ പഠിക്കുന്നത് സെക്ഷൻ എഫ്. സെക്ഷൻ എഫ്. സെക്ഷൻ എഫ്, impacts of biodiversity, impacts of biodiversity loss. ബയോഡൈവേഴ്സിറ്റി ലോസ് നമ്മൾ പറയുന്നു, ആ നഷ്ടം കൊണ്ട് നമുക്ക് എന്താ കുഴപ്പം? ഒരു സ്പീഷീസ് ഭൂമിയിൽ നഷ്ടപ്പെട്ടു, നമ്മളെ അതെങ്ങനെയാണ് ബാധിക്കുന്നത്? നമ്മുടെ നിലനിൽപ്പിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ലോസ് കൊണ്ട്, ഇമ്പാക്റ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് എന്നാണ്. ബയോഡൈവേഴ്സിറ്റി ലോസ് എന്താണ് നമ്മൾക്ക് ബയോഡൈവേഴ്സിറ്റി ലോസ്? ഇവിടെയാണ് നമുക്ക് ഈ പാരഗ്രാഫിലെ ബയോഡൈവേഴ്സിറ്റി ലോസിനെ പറ്റി പറയുന്നത്. പ്രധാനമായിട്ടും ബയോഡൈവേഴ്സിറ്റി ലോസ് കൊണ്ട് 3 ഇമ്പാക്റ്റുകളാണ് മനുഷ്യ സമൂഹം നേരിടാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. 3 ഇമ്പാക്ട്സ്, 3 മെയിൻ ഇമ്പാക്ട്സ്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത്, സോ നമ്പർ 1, A, decline in plant production. Decline in plant production. ഇതാണ് നമ്മളുടെ സെക്ഷൻ എഫില്. ഇതാണ് നമ്മൾ പഠിച്ച സെക്ഷൻ ഇയിൽ. എന്താണ് ഡിക്ലൈൻ ഇൻ പ്ലാന്റ് പ്രൊഡക്ഷൻ? പ്ലാന്റ് പ്രൊഡക്ഷൻ്റെ ബയോമാസ്, പ്ലാന്റ് പ്രൊഡക്ഷൻ്റെ ഫോട്ടോസിന്തസിസ് ഉൾപ്പെടെയുള്ള പ്രക്രിയയുടെ ഡിക്ലൈൻ ഇൻ പ്ലാന്റ് പ്രൊഡക്ഷൻ. പ്ലാന്റ് പ്രൊഡക്ഷൻ, പ്ലാന്റ്സിൻ്റെ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി, അല്ലെങ്കിൽ ബയോമാസ് പ്രൊഡക്ഷൻ, അത് കുറഞ്ഞോട്ടെ, നമുക്കെന്താ കുഴപ്പം? പ്ലാന്റ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയുക എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും അതിൻ്റെ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി, ഫോട്ടോസിന്തസിസ് മൂലമുണ്ടാകുന്ന പ്രോഡക്റ്റുകൾ കുറയുന്നു എന്നർത്ഥം. പ്ലാന്റ് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് കുറഞ്ഞാൽ നമുക്കെന്താ അതുകൊണ്ട് ദോഷം? നമ്മുടെ ദോഷം ഇതാണ്. ക്രോപ്പ് പ്ലാന്റ്സ്, ഭക്ഷണത്തിനും മറ്റും നമ്മൾ ആശ്രയിക്കുന്ന പ്ലാന്റ്സ്, പാഡി, വീറ്റ്, മെയ്സ്, അതുപോലെ തന്നെ ഷുഗർ കെയിൻ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഗ്രെയിൻസ്, പൾസസ്, ഇതൊക്കെ ഒരുപാട് പ്ലാന്റുകൾ, അതായത് എണ്ണമില്ലാത്ത പ്ലാന്റുകൾ, അല്ലെങ്കിൽ ഒരുപാട് പ്ലാന്റുകളെ നമ്മൾ നേരിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ആശ്രയിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് എന്താണ്? ഫുഡ്, പാഡി, വീറ്റ്, മെയ്സ്, ജോവർ, ബാർലി, അതൊക്കെ. പൾസസ്, ഗ്രീൻ ഗ്രാം, ബംഗാൾ ഗ്രാം, ബ്ലാക്ക് ഗ്രാം, ഇതൊക്കെ നമ്മൾ ആശ്രയിക്കുന്ന പൾസസ്, ഷുഗർ കെയിൻ, ഇങ്ങനെയുള്ള പ്ലാന്റ്സ്, ക്രോപ്പ് പ്ലാന്റ്സ്, വിള നമുക്ക് നൽകുന്ന പ്ലാന്റുകൾ, വെജിറ്റബിൾസ്, ടൊമാറ്റോ, ബ്രിഞ്ചാൾ, ലേഡീസ് ഫിംഗർ, ബനാന, അങ്ങനെയുള്ള വെജിറ്റബിൾസ്, ഇതിൻ്റെയൊക്കെ ഈൽഡ് കുറയും. പ്ലാന്റ് പ്രൊഡക്ടിവിറ്റി ഡയറക്റ്റായിട്ട് പ്ലാന്റ്സിൻ്റെ ഈൽഡിനെ ബാധിക്കും, അല്ലെങ്കിൽ ക്രോപ്പ് പ്ലാന്റ്സിൻ്റെ ഈൽഡ് കുറയും. ക്രോപ്പ് പ്ലാന്റ്സിൻ്റെ ഈൽഡ് കുറഞ്ഞാൽ നമ്മൾ ഭക്ഷണ സാധനങ്ങളുടെ സ്കേഴ്സിറ്റിയാണ് നമ്മൾ ഫേസ് ചെയ്യുക. ദർ വിൽ ബി an acute scarcity of food. Food I mean cereals, millet, then pulses, then vegetables, then fruits. ഇവയുടെയൊക്കെ ഈൽഡ് കുറയും. പ്ലാന്റ് പ്രൊഡക്ടിവിറ്റി അങ്ങനെയാണ് പ്ലാന്റിനെ ബാധിക്കുക. രണ്ടാമത്തെ സെക്ഷൻ പോയിന്റ് എ നമ്മൾ പഠിച്ചു, ഡിക്ലൈൻ ഇൻ പ്ലാന്റ് പ്രൊഡക്ഷൻ. രണ്ടാമത്തേത്
രണ്ടാമത്തെ ഇമ്പാക്റ്റ് ലോവേർഡ് റെസിസ്റ്റൻസ് ടു എൻവയോൺമെന്റൽ പെർട്ടർബേഷൻസ് സച്ച് ആസ് ഡ്രൗട്ട്. ലോവേർഡ് റെസിസ്റ്റൻസ്, അതായത് പ്ലാന്റ്സിൻ്റെ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ റെസിസ്റ്റൻസ് പവർ കുറയും. എന്തിനോടുള്ളത്? പെർട്ടർബേഷൻ ചില അർത്ഥം ഡിസ്റ്റർബൻസ്. ഒരു ചെറിയ ഡിസ്റ്റർബൻസ്, ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ ഡ്രൗട്ട് വന്നു, ഒരു ചെറിയ ഫ്ലഡ് വന്നു, ഒരു ചെറിയ സ്ലൈറ്റ് സാലിനിറ്റി, സോയിലിൽ ഉപ്പിൻ്റെ അംശം അല്പം ഒന്ന് കൂടി. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എൻവയോൺമെൻറ്റിൽ, പ്രകൃതിയിൽ അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ സംഭവിച്ചേക്കാവുന്ന ചെറിയ ചെറിയ ഡിസ്റ്റർബൻസ് എന്നാണ് ഡിസ്റ്റർബൻസ് ആൻഡ് പെർട്ടർബേഷൻ. ആ സാധാരണയായിട്ട് പ്ലാന്റ്സ് ആ ഡിസ്റ്റർബൻസിനെ റെസിസ്റ്റ് ചെയ്യും. അതിജീവിക്കാനുള്ള കഴിവുണ്ട് പ്രകൃതിക്ക്, അല്ലെങ്കിൽ പ്രകൃതിയുടെ ജീവജാലം. അപ്പോൾ പ്രകൃതിയിലെ ജീവജാലങ്ങൾക്ക് എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയിൽ സംഭവിക്കുന്ന ചെറിയ ഡിസ്റ്റർബൻസിനെ പോലും റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് കുറയുന്നു അഥവാ നഷ്ടപ്പെടുന്നു. നമ്മളിൽ രോഗപ്രതിരോധ ശക്തി നഷ്ടപ്പെടുക, ഇമ്മ്യൂണിറ്റി കുറയുക, രോഗങ്ങളെ ചെറുത്ത് നിൽക്കാനുള്ള നമ്മുടെ സ്വതസിദ്ധമായ കഴിവ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് എളുപ്പത്തിൽ അല്ലെങ്കിൽ വേഗത്തിൽ രോഗം പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ഈ എൻവയോൺമെൻ്റൽ പെർട്ടർബേഷൻ, അതിനോടുള്ള റെസിസ്റ്റൻസ് കുറഞ്ഞാൽ ജീവജാലങ്ങൾ പെട്ടെന്ന് നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ്, ലോവേർഡ് റെസിസ്റ്റൻസ് ടു എൻവയോൺമെൻ്റൽ പെർട്ടർബേഷൻ. മൂന്നാമത്തെ ഇമ്പാക്റ്റ് എന്താണ്? ഇൻക്രീസ്ഡ് വേരിയബിലിറ്റി ഇൻ സർട്ടൺ ഇക്കോസിസ്റ്റം പ്രോസസ്സസ് സച്ച് ആസ് പ്ലാന്റ് പ്രൊഡക്ടിവിറ്റി, വാട്ടർ യൂസ് ആൻഡ് പെസ്റ്റ് ആൻഡ് ഡിസീസ് സൈക്കിൾ. എന്താണ് ഇൻക്രീസ്ഡ് വേരിയബിലിറ്റി? അതായത് ഇൻ ഇക്കോസിസ്റ്റം ആക്ടിവിറ്റി. ഇക്കോസിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇക്കോസിസ്റ്റം ആക്ടിവിറ്റി, ഒരു ഇക്കോസിസ്റ്റത്തിലെ മെമ്പേഴ്സിൻ്റെ റിയാക്ഷൻ അഥവാ ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റിക്ക് ഒരുപാട് വ്യതിയാനങ്ങൾ സംഭവിക്കും. ഇക്കോസിസ്റ്റം ആക്ടിവിറ്റിക്ക് വ്യതിയാനങ്ങൾ സംഭവിക്കും. എങ്ങനെയൊക്കെ? സച്ച് ആസ് പ്ലാന്റ് പ്രൊഡക്ടിവിറ്റി, അത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. പ്ലാന്റ് പ്രൊഡക്ടിവിറ്റി കുറയും. വാട്ടർ യൂസ്, വെള്ളത്തിൻ്റെ ഉപയോഗം, പ്ലാന്റ്സും എനിമൽസും, സോ വാട്ടർ യൂസ് അത് വ്യത്യാസം സംഭവിക്കും. അതുപോലെ തന്നെ പെസ്റ്റിൻ്റെയും ഡിസീസിൻ്റെയും എല്ലാം ഈ ബയോഡൈവേഴ്സിറ്റിയുടെ ഭാഗമാണ്. ഇതിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. പെസ്റ്റ്, കീടങ്ങളുടെ, ഡിസീസ് കോസിങ് ഓർഗാനിസത്തിൻ്റെയൊക്കെ ലൈഫ് സൈക്കിളിൽ അല്ലെങ്കിൽ ഡിസീസ് സൈക്കിളിൽ മൊത്തമായിട്ട് മാറ്റങ്ങൾ സംഭവിക്കും. ഇതാണ് എൻവയോൺമെൻറ്റ് ലോ ദാറ്റ് ഈസ് എൻവയോൺമെൻറ്റ്. അങ്ങനെ 3 ഇമ്പാക്റ്റ്. സോ ഇമ്പാക്റ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്, 3 പ്രധാനപ്പെട്ട ഇമ്പാക്റ്റുകളാണ് നമ്മൾ കാണുന്നത്. 3 പ്രധാനപ്പെട്ട ഇമ്പാക്റ്റുകളാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ ജി, 7ാമത്തെ സെക്ഷനാണ്. 7 സെക്ഷനുകളായിട്ട് നമ്മൾ തിരിയുന്നത്. സെക്ഷൻ ജിയിലെ കോസ് ഓഫ് സെക്ഷൻ ജി, കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, causes of biodiversity loss. Causes of biodiversity loss. ബയോഡൈവേഴ്സിറ്റിയുടെ ലോസിൻ്റെ
കാരണങ്ങൾ എന്തൊക്കെയാണ്? What are the causes of biodiversity loss? Then ബയോഡൈവേഴ്സിറ്റിയുടെ നഷ്ടം. What are the causes? 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. What are the causes of biodiversity? ഇവിടെയാണ് നമ്മുടെ സെക്ഷൻ ജി. Causes of biodiversity loss. Causes of biodiversity loss. Then 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. There are 4 causes for the loss of biodiversity. 4 കാരണങ്ങളാണ്. ഈ 4 കാരണങ്ങളെ there are 4 major causes. There are 4 major causes for the loss of biodiversity, largely due to human activities. These 4 causes are collectively called evil quartet. These 4 causes of causes are collectively called evil quartet. Okay, അതാണ് ഉപയോഗിക്കുന്നത്. സോർബിക്വിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രയോഗം. ഏതൊക്കെയാണ് 4 കോസുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കോസ്, ഇപ്പോൾ കോസസ് ഓഫ് ഒന്നാമത്തെ കോസ് എന്താണ്? ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. ഫസ്റ്റ് കോസ് ഈസ് ഹാബിറ്ററ്റ് ലോസ് ആൻഡ് fragmentation. Habitat loss and fragmentation. What is habitat? Habitat means growing place for plants or living place for animals. Plants വളരുന്ന സ്ഥലം അല്ലെങ്കിൽ എനിമൽസ് ജീവിക്കുന്ന സ്ഥലം, അതിനെയാണ് ഹാബിറ്ററ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഹാബിറ്ററ്റ് നഷ്ടപ്പെടുക, ഓരോ പ്ലാന്റ്സിനും അതിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായ ഒരു ഹാബിറ്ററ്റ് വേണം. അക്വാട്ടിക് പ്ലാന്റ്സിന് വെള്ളമുള്ള സ്ഥലം, ഡെസർട്ട് പ്ലാന്റ്സിന് വെള്ളം അധികമില്ലാത്ത സ്ഥലം, മീസോഫൈറ്റ്സിന് എന്താണ് വെള്ളം പാകത്തിനുള്ള സ്ഥലം. ഇങ്ങനെ ഓരോ പ്ലാന്റ്സിനും അതിന് അനുയോജ്യമായ ഹാബിറ്ററ്റ് ഉണ്ടായിരിക്കണം. അവിടെയാണ് അവ വളരുക. ഓരോ വിഭാഗത്തിൽ വരുന്ന എനിമൽസിനും അതിന് അനുയോജ്യമായ ഹാബിറ്ററ്റ് ഉണ്ടാകും. ഇങ്ങനെ ആ ഒരു പ്ലാന്റ്സിൻ്റെയോ എനിമൽസിൻ്റെയോ വളർച്ചയ്ക്ക് അനുയോജ്യമായ ഹാബിറ്ററ്റ്, ഗ്രോയിങ് പ്ലേസ് അല്ലെങ്കിൽ ഡ്വെല്ലിംഗ് പ്ലേസ്, ലിവിങ് പ്ലേസ് നഷ്ടപ്പെടുക. അങ്ങനെ നഷ്ടം സംഭവിച്ചാൽ ആ പ്ലാന്റ്സിനെ അല്ലെങ്കിൽ അഥവാ എനിമൽസിനെ എന്താണ് അവിടെ വളരാനായിട്ട് പറ്റില്ല. ഫ്രാഗ്മെന്റേഷൻ വെച്ചാൽ ഒരു ഹാബിറ്ററ്റ് ചെറിയ ചെറിയ പീസുകളായിട്ട് ഫ്രാഗ്മെന്റ് ചെയ്യപ്പെടുക. അതിനിടയിലുള്ള സ്ഥലം അനുയോജ്യമല്ല, ടോട്ടലായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ ആ ഹാബിറ്ററ്റിൻ്റെ ഏരിയ കുറഞ്ഞിരിക്കുന്നു. ദേ ബിക്കം ഫ്രാഗ്. ഫോർ എക്സാമ്പിൾ, ഇത് മൊത്തമായിട്ട് ഒരു ഹാബിറ്ററ്റ് ആയിരുന്നു, എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ഈ ഹാബിറ്ററ്റ് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് വിഭജിക്കപ്പെട്ടു. ഈ ഭാഗമൊന്നും അനുയോജ്യമല്ല സ്ഥലങ്ങളല്ല, സർക്കിൾ മാത്രമേ അനുയോജ്യമായ സ്ഥലമുള്ളൂ. ഇതിനാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഹാബിറ്ററ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു small segments. In between the segments, it is not suitable for the growth of particular plant or animal. ഇതിനെയാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നത്. ഫ്രാഗ്മെന്റേഷനിൽ എന്താ സംഭവിക്കുന്നത്? മൈഗ്രേറ്ററി ഹാബിറ്ററ്റ്, മൈഗ്രേറ്ററി ബേർഡ്സ് അല്ലെങ്കിൽ മൈഗ്രേറ്ററി എനിമൽസ് പ്ലാന്റിനെ ബാധിക്കുന്നില്ല. മൈഗ്രേറ്ററി എനിമൽസിനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ഈ ഏരിയ അവയ്ക്ക് അനുയോജ്യമല്ലാത്ത ഏരിയയാണ്. ഇതാണ് ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. അതിന് എക്സാമ്പിളായിട്ട് അത് ഹൈലൈറ്റ് ചെയ്യുന്ന കുറച്ച് ചില എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഈവൻ ആമസോണിയൻ ഫോറസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. once the cover 14% of earth, then
ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഭൂമിയുടെ 14% ഏരിയ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആയിരുന്നു. ഇന്ന് അത് ചുരുങ്ങി 6% താഴെയാണ്. 14% ഉണ്ടായിരുന്ന ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് ഇപ്പോൾ 6% ചുരുങ്ങി. അപ്പോൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്നാൽ ഒരു ഹാബിറ്ററ്റ് ആണ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഈസ് എ ഹാബിറ്ററ്റ്. അത് ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ 14% ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആയിരുന്നു. അതിപ്പോൾ എത്ര ശതമാനമേ ഉള്ളൂ? 50% താഴെ ഉള്ളൂ. 6% ഉള്ളൂ. അപ്പോൾ 6% ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ 6% ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് നഷ്ടപ്പെട്ടാൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന ഹാബിറ്ററ്റിൽ വളരാനായിട്ട് അല്ലെങ്കിൽ അത് താല്പര്യപ്പെടുന്ന പ്ലാന്റ്സ് അല്ലെങ്കിൽ എനിമൽസ് അവയുടെ വംശനാശം സംഭവിക്കും. അത് ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമാകും. ഇനി അമസോണിയൻ റെയിൻ ഫോറസ്റ്റിനെ പറയുന്നുണ്ട്. നമ്മൾ ഒരിക്കൽ കാണുകയുണ്ടായി ദി അമസോണിയൻ റെയിൻ ഫോറസ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് അമസോണിയൻ ഫോറസ്റ്റ്. അതിനെ വിളിക്കുന്നത് ഇറ്റ് ഈസ് കോൾഡ് ലങ്സ് ഓഫ് പ്ലാനറ്റ്. ഭൂമിയുടെ ലങ്സ്, ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് അമസോണിയൻ റെയിൻ ഫോറസ്റ്റിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഭൂമിയിലെ 20% ഓക്സിജൻ എന്നാണ്, ദറ്റ് ഈസ് മോർ ദാൻ 20% ഓഫ് ദി ഓക്സിജൻ ഈസ് റിലീസ്ഡ് ഫ്രം അമസോണിയൻ റെയിൻ ഫോറസ്റ്റ്. ഭൂമിയിലെ 20% ഓക്സിജൻ, അന്തരീക്ഷത്തിലെ 20% ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് അമസോണിയൻ റെയിൻ ഫോറസ്റ്റിലെ പ്ലാന്റ്സ് ആണ്. എങ്ങനെ? ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് they release oxygen. The Amazonian rain forest is called the lung of planet. ഒരുപാട് പ്ലാന്റ്സും എനിമൽസും ഉള്ളതാണ്. എന്താണ്? So it was cleared for the cultivation of soybean. സോയാബീൻ കൾട്ടിവേറ്റ് ചെയ്യാനും എനിമൽസിനെ വളർത്താനും വേണ്ടിയുള്ള ഗ്രാസ് ലാൻഡുകൾ ഉണ്ടാക്കാനും വേണ്ടി ഒരുപാട് ഏരിയ, ആമസോൺ റെയിൻ ഫോറസ്റ്റിന് ഒരുപാട് ഏരിയ എന്നാണ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ് വാസ് ഡിസ്ട്രോയിഡ്. എ പോർഷൻ ഓഫ് ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ് ഓർ റിസ്ക്. ഇനി അതുപോലെ തന്നെ പറയുന്നുണ്ട് when large habitats are broken up into small fragments due to various human activity. So birds or animals having migratory habitat, mammals and birds require large territories. ചെറിയൊരു ഏരിയ പോരാ അവയുടെ നിലനിൽപ്പിന്. അപ്പോൾ അവയ്ക്ക് വലിയൊരു ഏരിയ വേണം. അപ്പോൾ ഹാബിറ്ററ്റ് ഫ്രാഗ്മെന്റേഷൻ സംഭവിച്ചാൽ എന്താണ്? ഓക്കെ, ബയോഡൈവേഴ്സിറ്റി ലോ സംഭവിക്കും. നെക്സ്റ്റ് ഈസ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. രണ്ടാമത്തെ കാരണം, ആദ്യത്തേത് നമ്മൾ കണ്ടു, എന്താണ്? ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. രണ്ടാമത്തെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. മനുഷ്യന്റെ ആക്ടിവിറ്റി, then when his need turns to greed, ആവശ്യം അത്യാഗ്രഹമായിട്ട് മാറുമ്പോൾ എന്താണ്? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കും. അതൊക്കെയാണ് ഡോഡോ, ക്വാഗ, തൈലാസൈൻ, സ്റ്റെല്ലാർ സീക്കൗ. ഇതൊക്കെ എക്സ്റ്റിങ്ക്റ്റഡ് ആകാനുള്ള കാരണം മനുഷ്യൻ്റെ ഗ്രീഡാണ്.
His need is okay, but his greed is dangerous. When his need turns to greed, it is a cause of biodiversity loss. Okay, next is മൂന്നാമത്തെ കാരണമാണ് third reason is alien species invasion. എന്താണ് alien species എന്ന് വെച്ചാൽ അർത്ഥം? Alien species means a new species or a foreign species. Alien species invasion, ഒരു പുതിയ സ്പീഷീസ് ഒരു ഇക്കോസിസ്റ്റത്തിലേക്ക് വരിക, അത് ആ ഇക്കോസിസ്റ്റത്തിന് അപകടകരമായ രീതിയിൽ പ്രവർത്തിക്കുക, ഇതിനെയാണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ എന്ന് പറയുന്നത്. ഒരു പുതിയ സ്പീഷീസ് ഇക്കോസിസ്റ്റത്തിലേക്ക് വന്നതിൻ്റെ ഫലമായി ആ ഇക്കോസിസ്റ്റത്തിലെ ഒറിജിനൽ സ്പീഷീസിന് വംശനാശം സംഭവിക്കുന്നു. ഇതിനാണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ എന്ന് പറയുന്നത്. When a foreign species, ഇവിടെ ഫോറിൻ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഇൻ നേച്ചർ എന്നേ അർത്ഥമുള്ളൂ. വിദേശത്ത് നിന്ന് വരണമെന്നില്ല. ആ ഇക്കോസിസ്റ്റത്തിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ ആ ഇക്കോസിസ്റ്റത്തിലെ സ്പീഷീസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ഒരു ഇക്കോസിസ്റ്റത്തിലേക്ക് കടന്നു വരികയും അതിൻ്റെ ഫലമായിട്ട് എന്താണ്, ആ ഇക്കോസിസ്റ്റത്തിന് വംശനാശം സംഭവിക്കുന്നു. ഇതിനാണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ എന്ന് പറയുന്നത്. when a species, alien species are എന്താണ്, 3 എക്സാമ്പിളുകൾ. ഒരു പുതിയ സ്പീഷീസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മുടെ ഇക്കോസിസ്റ്റത്തിലേക്ക്. ഒരു പുതിയ സ്പീഷീസിനെ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നമുക്കറിയില്ല ആ സ്പീഷീസ് നമ്മുടെ ഇക്കോസിസ്റ്റത്തിലെ എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന്. ഓക്കെ, അങ്ങനെ 3 എക്സാമ്പിൾസ് NCERT പറയുന്നുണ്ട്. എക്സാമ്പിൾ നമ്പർ 1, Nile perch. Nile perch, it is a Nile perch. അതിനെ ഒരു predator fish ആണ്, ഒരു ഫിഷാണ്. It was introduced to Lake Victoria. It was introduced to Lake Victoria in East Africa. Then the introduction of this fish, that is resulted in the extinction of 200 cichlid fish of the lake. വിക്ടോറിയ ലേക്കിൽ ഒറിജിനലായിട്ട് ഉണ്ടായിരുന്ന 200 സ്പീഷീസ് ചെറിയ മീനുകൾ അവയുടെ വംശനാശം സംഭവിക്കാനുള്ള കാരണം ഈ നൈൽ പെർച്ച് എന്ന ഒരു പ്രിഡേറ്റർ ഫിഷിനെ, മറ്റു ഫിഷുകളെ തിന്നുന്ന ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കാരണം. നൈൽ പെർച്ചിന് എന്ന് പറഞ്ഞാൽ നൈൽ പെർച്ച് എ പ്രിഡേറ്റർ ഫിഷ്, അത് വിക്ടോറിയ ലേക്കിൽ ഉണ്ടായിരുന്നില്ല. ആ വിക്ടോറിയ ലേക്കിലേക്ക് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ വിക്ടോറിയ ലേക്കിലെ 200 സ്പീഷീസ് എന്താണ് എക്സ്റ്റിങ്ക്റ്റഡ് ആയി. രണ്ടാമത് പറയുന്ന ഒരു എക്സാമ്പിളാണ് ക്യാരറ്റ് ഗ്രാസ്. ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ കണ്ടു, എന്താണ് നയൽ പെർച്ച്. രണ്ടാമത്തെ എക്സാമ്പിൾ ക്യാരറ്റ് ഗ്രാസ്, പാർത്തീനിയം, വേറൊന്ന് ലന്റാന, വാട്ടർ ഹയാസിന്ത്. ഈ 3 പ്ലാന്റുകൾ നമ്മുടെ ഇക്കോസിസ്റ്റത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ ഇക്കോസിസ്റ്റത്തിലുള്ള പല സ്പീഷീസുകൾക്കും അത് വംശനാശത്തിനുള്ള ഭീഷണിയായി തീർന്നു എന്നാണ് പറയുന്നത്. അത് എൻവയോൺമെന്റിനെ ദോഷകരമായിട്ട് ബാധിച്ചു. 3 പ്ലാന്റുകൾ, ക്യാരറ്റ് ഗ്രാസ് അഥവാ പാർത്തീനിയം, രണ്ടാമത്തെ പ്ലാന്റ് ലന്റാന, മൂന്നാമത്തെ പ്ലാന്റ് വാട്ടർ ഹയാസിന്ത് ഓർ ഐക്കോർണിയ. ഈ 3 പ്ലാന്റുകൾ നമ്മുടെ ഇക്കോസിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടപ്പോൾ അത് നമ്മുടെ ഇക്കോസിസ്റ്റത്തിൻ്റെ മൊത്തം പരിസ്ഥിതിക്ക്, ഈക്വലിബ്രിയത്തിന് അത് ഹാംഫുള്ളായി തീർന്നു എന്നാണ് പറയുന്നത്. ഇനി
വേറെ എക്സാമ്പിളാണ്. എന്താണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് ആഫ്രിക്കൻ കാറ്റ്ഫിഷ് ക്ലാരിയസ് ഗാരിപ്പൈനസ്. ആഫ്രിക്കൻ കാറ്റ്ഫിഷ് നമ്മുടെ ഇക്കോസിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അതൊരു ഒരു ഫിഷാണ്. ആഫ്രിക്കൻ കാറ്റ്ഫിഷിനെ നമ്മളുടെ ഇക്കോസിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മുടെ ഇക്കോസിസ്റ്റത്തിലുള്ള ഇൻഡിജീനസ് കാറ്റ്ഫിഷേഴ്സ് ഇറ്റ് ബിക്കംസ് എ ത്രെറ്റ്, ഭീഷണിയായി തീർന്നു. കാരണം ഈ ആഫ്രിക്കൻ കാറ്റ്ഫിഷ് വളരെ വലുതാണ്, നമ്മുടെ ഇക്കോസിസ്റ്റത്തിലുള്ള കാറ്റ്ഫിഷ് വളരെ ചെറുതാണ്. അവയെ ഭക്ഷിച്ച് നമ്മുടെ ഇക്കോസിസ്റ്റത്തിലെ ഇൻഡിജീനസ് ആയിട്ടുള്ള കാറ്റ്ഫിഷുകളുടെ വംശത്തിനെ അതൊരു ഭീഷണിയായി തീർന്നു. ഓക്കെ, ഇതാണ് ഏലിയൻ സ്പീഷീസ്. നാലാമത്തെ കാരണമാണ് കോ എക്സ്റ്റിങ്ഷൻ. കോ എക്സ്റ്റിങ്ഷൻ എന്താണ്? കോ എക്സ്റ്റിങ്ഷൻ, വെൻ എ സ്പീഷീസ് എക്സ്റ്റിങ്ക്ട്, ഒരു സ്പീഷീസ് നഷ്ടപ്പെടുമ്പോൾ, when a species extinct, the plant and animal species associated with it in an obligatory way also become extinct. ഒരു സ്പീഷീസ് നഷ്ടപ്പെടുമ്പോൾ അതിനെ ആശ്രയിച്ച്, ഓബ്ലിഗേറ്ററി, അതിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന മറ്റു സ്പീഷീസുകൾ നഷ്ടപ്പെടുക. ഇപ്പം എ എന്ന സ്പീഷീസ് നഷ്ടപ്പെടുമ്പോൾ എയെ മാത്രം ആശ്രയിക്കുന്ന ബിയും എക്സ്റ്റിങ്ക്റ്റഡ് ആയി പോകും. ഇഫ് എ ബിക്കം എക്സ്റ്റിങ്ക്ട്, ബി ആൾസോ എക്സ്റ്റിങ്ക്ട്. എ എക്സ്റ്റിങ്ക്റ്റ് ആകുമ്പോൾ ബിയും എക്സ്റ്റിങ്ക്റ്റഡ് ആകും. കാരണം ബി എ എന്ന സ്പീഷീസിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. അതാണ് പറയുന്നത്, വെൻ എ ഹോസ്റ്റ് ഫിഷ് സ്പീഷീസ് ബിക്കം എക്സ്റ്റിങ്ക്ട്, the unique assemblage of parasites also become extinct. Then plant pollinatorum pollinator. പ്ലാന്റ്സും പോളിനേറ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? പോളിനേറ്റർ നഷ്ടപ്പെട്ടാൽ, പോളിനേറ്റർ എക്സ്റ്റിങ്ക്റ്റഡ് ആയാൽ, അതുമൂലം പോളിനേറ്റ് ചെയ്യപ്പെടുന്ന പ്ലാന്റ്സും എക്സ്റ്റിങ്ക്റ്റഡ് ആയി തീരും. ഓക്കെ, ഇതാണ് കോ എക്സ്റ്റിങ്ഷൻ. അപ്പം 4 കാരണങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് കോ എക്സ്റ്റിങ്ഷൻ. ഈ 4 കാരണങ്ങളെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഈവിൾ കോർട്ടൻ. അപ്പം നമ്മൾ 7ാമത്തെ സെക്ഷനിൽ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് ആണ് പഠിച്ചത്. ഇനി 6ാമത്തെ ടോപ്പിക്കായിട്ട് 5 ടോപ്പിക്കുകൾ നമ്മൾ കഴിഞ്ഞു. 6ാമത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ പഠിക്കുന്നത് 6th ടോപ്പിക് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്താണ്? ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്ന ഈ ടോപ്പിക്കിൽ 6ാമത്തെ ടോപ്പിക്കാണ് കേട്ടോ. 6th ടോപ്പിക്ക് എന്താണ്? ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. 6th ടോപ്പിക്കിലെ എ, നമുക്ക് സെക്ഷൻ എ ആയിട്ട്, സെക്ഷൻ എ, ദാറ്റ് ഈസ് റീസൺസ് why we conserve, reason for biodiversity conservation. ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യപ്പെടേണ്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? There are 3 reasons for conservation of biodiversity. There are 3 reasons for conservation of biodiversity. എന്തിനാണ് ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യപ്പെടേണ്ടതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യപ്പെടേണ്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ദെൻ 3 കാരണങ്ങളാണ് പറയുന്നത്. 1ാമത്തെ കാരണമായിട്ട് പറയുന്നത് the first reason is So what are the reasons for? The reasons for categorized into
What are the reasons for biodiversity conservation? They are grouped into 3 categories. First reason is narrowly utilitarian arguments. Narrowly utilitarian arguments. എന്താണ് narrowly utilitarian arguments? Narrowly utilitarian arguments related to human needs. Narrowly utilitarian arguments, they are related to human needs. ഒരാളോട് ചോദിക്കുകയാണ്, എന്തിനാണ് ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യപ്പെടേണ്ടത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇതാണ്, അതായത് മനുഷ്യന് ഉപകാരമുള്ള ഒരുപാട് വസ്തുക്കൾ, ഉപയോഗമുള്ള ഒരുപാട് വസ്തുക്കൾ എന്താണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. മരം, വുഡ്, ഫൈബർ, ഫുഡ്, വെജിറ്റബിള്, ഫ്രൂട്ട്, അതുപോലെ തന്നെ ഫൈബർ, ഇതൊക്കെ മനുഷ്യന് ഉപയോഗമുള്ള വസ്തുക്കളാണ്. ഇതൊക്കെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യപ്പെടണം. ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ കാരണം ദേ ആർ റിലേറ്റഡ് ടു ഹ്യൂമൻ നീഡ്. പ്രകൃതി കൊണ്ട് മനുഷ്യന് ഉപയോഗമുണ്ട്. ഇനി രണ്ടാമത്തെ കാരണമാണ് ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെന്റ്. കുറച്ചുകൂടി ബ്രോഡായിട്ട് ചിന്തിച്ചുകൊണ്ട് ബയോഡൈവേഴ്സിറ്റി എന്തിന് കൺസർവ് ചെയ്യപ്പെടണം? റിലേറ്റഡ് ടു ബയോഡൈവേഴ്സിറ്റി ആൻഡ് നേച്ചർ. ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെന്റ്സ് related to biodiversity and nature. Biodiversity and nature. കുറച്ചും കൂടി ബ്രോഡായിട്ട് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മറുപടി ഇങ്ങനെയായിരിക്കും. ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യം. ബയോഡൈവേഴ്സിറ്റിയും പ്രകൃതിയും തമ്മിൽ ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ആൻഡ് നേച്ചർ. അതുകൊണ്ട് നമ്മൾ ബയോഡൈവേഴ്സിറ്റി, നമുക്ക് പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാം, പ്രകൃതിയിൽ നിന്ന് ഭംഗി ആസ്വദിക്കാം, അതിൻ്റെ സന്തോഷം, അതിനുവേണ്ടിയാണ് ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉള്ള ഒരുപാട് മെറ്റീരിയൽസ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ബയോഡൈവേഴ്സിറ്റി കൺസിഡർ ചെയ്യണം. രണ്ടാമത് നമ്മൾ പറയുന്നു ബയോഡൈവേഴ്സിറ്റി എന്താണ്? ബയോഡൈവേഴ്സിറ്റിക്ക് ഇക്കോസിസ്റ്റത്തിൻ്റെ മേൽ വലിയൊരു റോളുണ്ട്, അതുകൊണ്ട് ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യണം, നമുക്ക് ആ പ്രകൃതി ഭംഗി ആസ്വദിക്കാം. അതൊക്കെയാണ് നമ്മുടെ മൂന്നാമത്തേതാണ്. എന്താണ് മൂന്നാമത്തെ കാരണം? തേർഡ് റീസൺ ഇതാണ്. എന്താണ്? എത്തിക്കൽ ആർഗ്യുമെന്റ്. എത്തിക്കൽ ആർഗ്യുമെന്റ്. മൂന്നാമത്തെ കാരണം എത്തിക്കൽ ആർഗ്യുമെന്റ്. ഇതാണ് ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യുക. എത്തിക്കൽ ആർഗ്യുമെന്റിൽ പറഞ്ഞ റിലേറ്റഡ് ടു അവർ ഓബ്ലിഗേഷൻ. എത്തിക്കൽ ആർഗ്യുമെന്റ്സ് ആർ റിലേറ്റഡ് ടു അവർ ഓബ്ലിഗേഷൻ. എത്തിക്കൽ ആർഗ്യുമെന്റിൽ നമ്മൾ പറയുന്ന ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യപ്പെടണം, കാരണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇറ്റ് ഈസ് അവർ ഓബ്ലിഗേഷൻ. നമ്മളുടെ കടപ്പാടാണ്, നമ്മുടെ ഭാവി തലമുറയോടുള്ള ഒരു കടപ്പാടാണ് ഈ ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യപ്പെടേണ്ടത്. വി ഷുഡ് കൺസർവ് ദ ബയോഡൈവേഴ്സിറ്റി ബിക്കോസ് ഇറ്റ് ഈസ് അവർ ഓബ്ലിഗേഷൻ ടു പ്രൊട്ടക്ട് ദ നേച്ചർ ഫോർ അവർ. ഇനി എന്താണ്? ഇനി സെക്ഷൻ ബി. സെക്ഷൻ ബി. എ റീസൺ നമ്മൾ പഠിച്ചു. ഇനി സെക്ഷൻ ബിയിൽ നമ്മൾ എന്താ പറയുന്നത്? സെക്ഷൻ ബി മെത്തേഡ്സ്. Methods to conserve biodiversity. There are two methods. There are two methods to conserve biodiversity. How to conserve biodiversity? എന്താണ് ബയോഡൈവേഴ്സിറ്റി എങ്ങനെ കൺസർവ് ചെയ്യാം? രണ്ട് മെത്തേഡുകളാണുള്ളത്.
ഒന്ന് എന്താണ്? ഇൻസിറ്റു കൺസർവേഷൻ. ഒന്ന് ഇൻസിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു കൺസർവേഷൻ. എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ? How we can conserve? ഒന്ന് ഇൻസിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു കൺസർവേഷൻ or otherwise called on-site conservation. ഇൻസിറ്റു കൺസർവേഷൻ or on-site conservation എന്താണ്? ഇൻസിറ്റു കൺസർവേഷനില് ഒരു സ്പീഷീസിനെ അത് ആയിരിക്കുന്ന ഹാബിറ്ററ്റിൽ തന്നെ കൺസർവ് ചെയ്യുക. ഒരു ടൈഗറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, ഒരു ടൈഗറിനെ കൺസർവ് ചെയ്യാനായിട്ട് എന്താണ്? ആ ഫോറസ്റ്റ് മൊത്തം പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതിനെയാണ് ഇൻസിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു കൺസർവേഷൻ, ഇൻസിറ്റു കൺസർവേഷനിൽ എന്താണ്? ദാറ്റ് ഈസ് ഇൻസിറ്റു കൺസർവേഷൻ, ദാറ്റ് ഈസ് എ സ്പീഷീസ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ ഹാബിറ്ററ്റ്. A species is protected in its natural habitat. അതിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് that is identify biodiversity hotspot. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്യുക. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് അവയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. എന്താണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്? അത് ഹൈ ലെവൽ, രണ്ട് കാരണം, ഹൈ ലെവൽസ് ഓഫ് സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം. ഈ രണ്ട് പ്രോപ്പർട്ടീസ് ഉള്ള സ്ഥലങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഐഡന്റിഫൈ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആൻഡ് പ്രൊട്ടക്റ്റ് ഇറ്റ്. എന്താ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്? ഹൈ സ്പീഷീസ് റിച്ച്നെസ്. സ്പീഷീസ് റിച്ച്നെസ് ഉണ്ടായിരിക്കണം. എൻഡമിസം. എന്താണ് എൻഡമിസം? ആ സ്പീഷീസ് അവിടെ മാത്രമേ കാണുള്ളൂ. അതിനെയാണ് എൻഡമിസം എന്ന് പറയുന്നത്. എ സ്പീഷീസ് ഈസ് കൺഫൈൻഡ് ടു ദാറ്റ് റീജിയൻ, നോട്ട് ഫൗണ്ട് എൽസ്വെയർ. അങ്ങനെയുള്ള സ്പീഷീസിനെയാണ് എൻഡമിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ആ പ്രതിഭാസത്തിനെയാണ് എൻഡമിസം എന്ന് പറയുന്നത്. അങ്ങനെ ലോകത്തിലെ എന്താണ് എത്ര 34 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളുണ്ട്. ഇൻ വേൾഡ് there are 34 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. അതിൽ 3 ഇന്ത്യ ഉൾപ്പെടുന്ന പ്രദേശത്താണ്. Then three of them that is Western Ghats and Sri Lanka, Indo-Burma and Himalaya. ഈ ഇൻഡോ-ബർമ ആൻഡ് ഹിമാലയ 3 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ, വെസ്റ്റേൺ ഘാട്ട് ആൻഡ് ശ്രീലങ്ക, ഇൻഡോ-ബർമ ആൻഡ് ഹിമാലയ. ഈ 3 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ എന്താണ്? ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ഇന്ത്യയിലുള്ളതാണ്. അപ്പോൾ ഇൻസിറ്റു കൺസർവേഷൻ പ്രകാരം അതെങ്ങനെയാണ് നടപ്പാക്കുന്നത്? ഐഡന്റിഫൈ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആൻഡ് പ്രൊട്ടക്ട് ഇറ്റ്. ഐഡന്റിഫൈ ബയോഡൈവേഴ്സിറ്റി. അതിൻ്റെ പ്രാധാന്യം എന്താണ്? 2% ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് പ്രൊട്ടക്ട് ചെയ്താൽ 30% ബയോഡൈവേഴ്സിറ്റി ലോസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻസിറ്റു കൺസർവേഷൻ ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് എ സ്പീഷീസ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ habitat. How? By identifying biodiversity hotspot and protect it. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇന്ത്യയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇന്ത്യയിൽ നമ്മൾ എന്താണ് ഒരുപാട് ബയോഡൈവേഴ്സിറ്റി 4 മെത്തേഡിലാണ്. ഇന്ത്യയിൽ നമുക്ക് 14 ബയോഡൈവേഴ്സിറ്റി റിസർവുകളുണ്ട്, 90 നാഷണൽ പാർക്കുണ്ട്,
448 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്. ഇതിനു പുറമെ സേക്രഡ് ഗ്രൂവ്സ് എന്ന പേരിൽ നമ്മൾ റിലീജിയസ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് സേക്രഡ് ഗ്രൂവ്സ്? അരാവലി ഹിൽസ് ഓഫ് രാജസ്ഥാൻ, വെസ്റ്റേൺ ഘാട്ട് റീജിയൻ ഓഫ് കർണാടക ആൻഡ് മഹാരാഷ്ട്ര ആൻഡ് സർഗൂജ, ചാന്ദ ആൻഡ് ബസ്തർ ഏരിയ ഓഫ് മധ്യപ്രദേശ്. എന്താണ് ഇപ്പൊ സേക്രഡ് ഗ്രൂവ്സിന്റെ പേരിൽ റിലീജിയസ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ബയോസ്ഫിയർ റിസർവ് ആയിട്ട്, നാഷണൽ പാർക്കായിട്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആയിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഒപ്പം സേക്രഡ് ഗ്രൂവ്സ് ആയിട്ട്. ഇൻസിറ്റു കൺസർവേഷൻ എന്താണ്? രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്ന എക്സിറ്റു കൺസർവേഷൻ. അതായത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട സ്പീഷീസിനെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ നിന്ന് മാറ്റി ഒരു സൂവിലോ ഒരു ബൊട്ടാനിക്കൽ ഗാർഡനിലോ പ്രൊട്ടക്റ്റ് ചെയ്യണയാണ് എന്ന് പറയുന്നത് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. എക്സിറ്റു കൺസർവേഷൻ. സുവോളജിക്കൽ പാർക്സ് ഒരു എക്സിറ്റു കൺസർവേഷൻ ആണ്. ദെൻ വൈൽഡ് ലൈഫ് സഫാരി പാർക്ക് ഒരു എക്സിറ്റു കൺസർവേഷൻ ആണ്. ബൊട്ടാനിക്കൽ ഗാർഡൻസ് എക്സിറ്റു കൺസർവേഷൻ ആണ്. സീഡ് ബാങ്ക് ഒരു എക്സിറ്റു കൺസർവേഷൻ ആണ്. ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട സ്പീഷീസുകളെ നാച്ചുറൽ ഹാബിറ്റിൽ, എക്സിറ്റു മീൻസ് ഓഫ്ലൈൻ, ഓഫ് സൈറ്റ് കൺസർവേഷൻ. എക്സിറ്റ് അതായത് ത്രട്ടൻഡ് സ്പീഷീസിനെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ നിന്ന് മാറ്റി ഒരു സ്പെഷ്യൽ ഏരിയയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇൻസിറ്റു കൺസർവേഷന് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട സ്പീഷീസിനെ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഒരു ടൈഗറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഹാബിറ്ററ്റായ ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് അതിനെ ഇൻസിറ്റു കൺസർവേഷൻ. എക്സിറ്റു ഒരു ടൈഗറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആ ടൈഗറിനെ ഒരു സുവോളജിക്കൽ പാർക്കിൽ വളർത്തി പരിപാലിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് എക്സാമ്പിളാണ് സുവോളജിക്കൽ പാർക്ക്, വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്, ബൊട്ടാനിക്കൽ ഗാർഡൻസ്. സീഡ് ബാങ്ക്, ക്രയോ പ്രിസർവേഷൻ മെത്തേഡ്, ഇതൊക്കെ എക്സിറ്റു കൺസർവേഷൻ. ഇനി വേറൊരു എന്താണ് ഇന്റർനാഷണൽ കോൺഫറൻസുകൾ നടത്തുക. അങ്ങനെ ജനങ്ങൾക്കിടയിൽ, രാജ്യങ്ങൾക്കിടയിൽ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട ആവശ്യങ്ങളെ പറ്റി നമ്മൾ ബോധവൽക്കരണം നടത്തുക. അതാണ് ബൈ കണ്ടക്ടിങ് ഇന്റർനാഷണൽ കോൺഫറൻസ്. അങ്ങനെയുള്ള രണ്ട് ഇന്റർനാഷണൽ കോൺഫറൻസിനെ പറ്റി ബുക്കിൽ, NCERT ബുക്കിൽ പറയുന്നത്. ഒന്ന്, ആദ്യത്തെ എർത്ത് സബ്മിറ്റ്. അത് ബ്രസീലിന്റെ തലസ്ഥാനമായ റിയോ ഡി ജനീറോ, അവിടെ 1992 നടത്തപ്പെട്ട ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ്. എന്തിനാണ്? രാജ്യങ്ങളുടെ ബൗണ്ടറി, പൊളിറ്റിക്കൽ ബൗണ്ടറി ഒക്കെ കണക്കാക്കാതെ പരസ്പരം രാജ്യങ്ങൾ തമ്മിൽ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു ധാരണ വളർത്തുന്നതിനും പരത്തുന്നതിനും ഇന്റർനാഷണൽ കോൺഫറൻസുകൾ സംഘടിപ്പിക്കുക. അങ്ങനെയുള്ള ആദ്യത്തെ ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ പേരാണ് ദി എർത്ത് സമ്മിറ്റ്. അത് 1992 ബ്രസീലിന്റെ തലസ്ഥാനമായ റിയോ ഡി ജനീറോ വെച്ചാണ് നടത്തുന്നത്. രണ്ടാമത്തേത് ദ വേൾഡ് സമ്മിറ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. രണ്ടാമത്തെ ഇന്റർനാഷണൽ കോൺഫറൻസ് NCERT പറയുന്നത് വേൾഡ് സമ്മിറ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 2002 അത് സൗത്ത് ആഫ്രിക്കയിലെ ജോഹാനസ്ബർഗിൽ വെച്ചാണ് ഈ കോൺഫറൻസ് നടത്തുന്നത്. ജോഹാനസ്ബർഗ് ഇൻ സൗത്ത് ആഫ്രിക്ക. ഈ രണ്ട് കോൺഫറൻസുകളാണ് NCERT ഇന്റർനാഷണൽ കോൺഫറൻസ്, രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യപ്പെടാനായിട്ട്
കൺസർവ് ചെയ്യപ്പെടേണ്ടതിൻ്റെ ആവശ്യം രാജ്യങ്ങൾ തമ്മിൽ ചേർന്ന് നടപ്പാക്കുന്നതിൻ്റെ ഫലമായിട്ട് നടത്തപ്പെട്ട ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ്. ദറ്റ് ഈസ് ഹിസ്റ്റോറിക് കൺവെൻഷൻ. ആണ് ഹിസ്റ്റോറിക് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇതാണ് ഇന്റർനാഷണൽ എഫർട്ട് ടു കൺസർവ് the biodiversity. So thus we completed the 6 topics and the chapter biodiversity and conservation. I wind up the class. The time exhausted. Thank you very much. Thank you, dear students. Bye. Good night. Okay, thank you very much. സെക്കൻഡ് ഇയർ പോർഷൻ കഴിഞ്ഞു. ഞാൻ തോമസ് ജോൺസിനെ അറിയിക്കാം. സാറോടെ പുറത്തുണ്ട്.